റിലേഷൻഷിപ്പിൽ ഒരു പ്രോബ്ലം വരുമ്പോൾ അത് നമ്മളെ വല്ലാതെ തളർത്തിക്കളയും. ലവേഴ്സ് ആൻഡ് ഹസ്ബൻഡ് ആൻഡ് വൈഫ് അല്ലെങ്കിൽ ഫ്രണ്ട്സ്, പാരന്റ്സ് എല്ലാം ലോ ഓഫ് അട്രാക്ഷൻ ഉപയോഗിച്ച് നമുക്ക് ഇതിൽ നിന്ന് പുറത്ത് വരാൻ പറ്റുമോ? ലൈഫിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നതിന്റെ പ്രധാന കാരണം ഇതാണ്. സ്നേഹമില്ല, സോ ഇങ്ങനെ പറഞ്ഞത് ഇനി ഞാൻ ഇങ്ങനെ പറയും. ഇതേ പ്രോസസ് ചെയ്യുമ്പോൾ നമുക്ക് തിരിച്ച് ചെയ്യാൻ പറ്റും. അതൊക്കെ നിങ്ങളുടെ ഓർമ്മ വരികയും ഒരു മെസ്സേജോ എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് സെൻഡ് ചെയ്യാൻ അവർക്കൊരു മൈൻഡ് വരും. ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഷൈനി. ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് നമ്മുടെ ജീവിതത്തിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മളെല്ലാവരും ജീവിതത്തിൽ പല പ്രശ്നങ്ങളും ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടാവും. എന്നാൽ അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത്. മറ്റുള്ള പ്രശ്നങ്ങളെല്ലാം എങ്ങനെയും നമുക്ക് ഫേസ് ചെയ്യാൻ പറ്റും. പക്ഷേ റിലേഷൻഷിപ്പിൽ ഒരു പ്രോബ്ലം വരുമ്പോൾ അത് നമ്മളെ വല്ലാതെ തളർത്തിക്കളയും. ഇതിനെക്കുറിച്ചാണ് ഞാൻ ഇന്ന് പറയാൻ പോകുന്നത്. ഇത് ലവേഴ്സ് ആൻഡ് ഹസ്ബൻഡ് ആൻഡ് വൈഫ് അല്ലെങ്കിൽ ഫ്രണ്ട്സ്, പാരന്റ്സ് എല്ലാവർക്കും ഇടയിൽ നമുക്ക് റിലേഷൻഷിപ്പിൽ പ്രോബ്ലം വരുന്നത് അത്രയും ഒരു വേദനാജനകമായ കാര്യമാണ്. അപ്പോൾ പലർക്കുള്ള ഒരു പ്രശ്നമാണ്. ഇതിൽ നിന്ന് നമുക്ക് എങ്ങനെ പുറത്ത് വരണമെന്ന് അറിയില്ല. അത് മാത്രമല്ല, പലരും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, ലോ ഓഫ് അട്രാക്ഷൻ യൂസ് ചെയ്ത് നമുക്ക് ഇതിൽ നിന്ന് പുറത്ത് വരാൻ പറ്റുമോ എന്ന്. തീർച്ചയായിട്ടും നമുക്ക് കഴിയും. എക്സാമ്പിൾ ഞാനൊരു ഹസ്ബൻഡ് ആൻഡ് വൈഫ് തന്നെ എടുക്കാം. അതായത് ഇപ്പോൾ രണ്ടുപേർക്കും പ്രശ്നങ്ങളുണ്ടാവും. രണ്ടുപേരുടെ പ്രശ്നങ്ങൾ കൊണ്ട് തന്നെയാണ് എന്തായാലും ഒരു പ്രശ്നം, കലഹമൊക്കെ ഉണ്ടാകുന്നത്. അപ്പോൾ നമ്മൾ എല്ലാവരും ചെയ്യുന്ന ഒരു മിസ്റ്റേക്ക് എന്താണെന്ന് വെച്ചാൽ, പ്രശ്നം വന്ന് ഒരു വഴക്കൊക്കെ നടക്കുമ്പോൾ അതിനെക്കുറിച്ച് തന്നെ നമ്മൾ കുറേ നെഗറ്റീവ് ഇങ്ങനെ ചിന്തിച്ച് കൂട്ടിക്കൊണ്ടേയിരിക്കും. ഇപ്പോൾ എക്സാമ്പിൾ ഭാര്യ പറയുന്നു, എൻ്റെ ഭർത്താവ് എന്നെ മനസ്സിലാക്കുന്നേ ഇല്ല, എന്നോട് ഒന്നും ഷെയർ ചെയ്യുന്നില്ല, എന്നോട് ഒരു സ്നേഹവും ഇല്ല, എന്നെ കെയർ ചെയ്യുന്നില്ല. ഇങ്ങനെയൊക്കെ എപ്പോഴും അതിനെക്കുറിച്ച് തന്നെ ചിന്തിച്ച് അങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും. അവരും മനസ്സിൽ ചിന്തിച്ചു കൊണ്ടിരിക്കും. അത് മാത്രമല്ല, മറ്റുള്ളവരോടും ഇങ്ങനെ പറഞ്ഞു നടക്കും. അപ്പോൾ എന്താകുമെന്ന് വെച്ചാൽ നമ്മൾ വീണ്ടും വീണ്ടും ആ നടന്ന നെഗറ്റീവ് കാര്യത്തിനെ മാനിഫെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെയുള്ള സിറ്റുവേഷൻസ് വീണ്ടും വീണ്ടും നമ്മുടെ ജീവിതത്തിൽ വന്നുകൊണ്ടിരിക്കും. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെന്നറിയില്ല, ഒരു വഴക്ക് നടന്നു കഴിഞ്ഞാൽ പിന്നെ അതിനെ ചുറ്റി 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 തന്നെ വീണ്ടും വീണ്ടും സെയിം സമാനമായ കാര്യങ്ങൾ നമ്മുടെ ലൈഫിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നതിൻ്റെ പ്രധാന കാരണം ഇതാണ്. ഒരു വഴക്ക് ഭാര്യ ഭർത്താവും തമ്മിൽ നടന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിലും അതിനുശേഷം നമ്മൾ കുറേ ചിന്തിച്ചു കൂട്ടുന്ന കാര്യങ്ങൾ ഇവിടെ പ്രോഗ്രാം ആയിരിക്കും. ആ പ്രശ്നം മാറിപ്പോയാലും വീണ്ടും നമ്മുടെ മൈൻഡിൽ ആ പ്രോഗ്രാം ചെയ്ത് വെച്ചിരിക്കുന്ന കാര്യങ്ങൾ ഇങ്ങനെ വന്ന് കുത്തിക്കൊണ്ടേയിരിക്കും. എന്നാലും ആ വ്യക്തി എന്നോട് പറഞ്ഞല്ലോ, എൻ്റെ ഭർത്താവ് ഈ വാക്ക് എന്നോട് ഇങ്ങനെ പറഞ്ഞു കളഞ്ഞല്ലോ, ഈ വ്യക്തിക്ക് എന്നോട് ഒരു സ്നേഹവും ഇല്ല, സോ ഇങ്ങനെ പറഞ്ഞത് ഇനി ഞാൻ ഇങ്ങനെ പറയും, ഇനി എന്നോട് ഇങ്ങനെ എന്തെങ്കിലും പറഞ്ഞുകൊണ്ട് വരട്ടെ, അപ്പോൾ ഞാൻ അങ്ങനെ പറയും. ഇങ്ങനെ നമ്മൾ പിന്നെ കുറേ നെഗറ്റീവ് മാനിഫെസ്റ്റ് ചെയ്യാൻ തുടങ്ങും. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ അതിന് വേണ്ടി ഒരു സിറ്റുവേഷൻസ് വന്ന് നിങ്ങൾ ഇങ്ങനെ ചിന്തിച്ച കാര്യങ്ങളെല്ലാം പറയേണ്ടി വരും. അപ്പോൾ അവിടെ എന്താണ് നടക്കുന്നത്? വീണ്ടും വീണ്ടും വഴക്കും പ്രശ്നങ്ങളാണ് നടക്കുന്നത്. നമ്മൾ അതിങ്ങനെ പറഞ്ഞു നടക്കുമ്പോൾ വീണ്ടും വീണ്ടും അങ്ങനെ ഒരു വൈബ്രേഷൻ നമ്മൾ ഈ യൂണിവേഴ്സിന് കൊടുത്തുകൊണ്ടിരിക്കും. അപ്പോൾ ഇപ്പോൾ ഈ പ്രപഞ്ചത്തിന് പിന്നെ പ്രത്യേകിച്ച് ഭാഷയില്ല, ഇമോഷൻസ് ആണ് പ്രധാനം. അപ്പോൾ ഈ പ്രപഞ്ചം വിചാരിക്കുമോ, ഇവർക്ക് ഈ വഴക്കും പ്രശ്നമാണ് കേൾക്കുന്നത്, അതുകൊണ്ട് നമുക്ക് ഇവർക്ക് ഇത് തന്നെ കൊടുക്കാന്ന് പറഞ്ഞ് വീണ്ടും വീണ്ടും അങ്ങനത്തെ സിറ്റുവേഷൻസ് നമ്മൾ പോലും അറിയാതെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. അതിൻ്റെ ഒരു പ്രധാന കാരണം നമ്മൾ തന്നെയാണ്. നമ്മൾ ഇതിന് എന്ത് ചെയ്യണമെന്ന് പറഞ്ഞാൽ, നമ്മൾ ഈ പ്രോബ്ലംസിൽ മാത്രം ഫോക്കസ് ചെയ്തിരിക്കുന്നതിനെ നിർത്തിയിട്ട് ഇതിന് എന്ത് സൊല്യൂഷനാണ്, ഈ പ്രോബ്ലത്തിനെ സോൾവ് ചെയ്യാൻ ഞാൻ എന്താണ് ചെയ്യേണ്ടത്, അതിന് ഞാൻ എനിക്കുള്ളിൽ എന്ത് മാറ്റം കൊണ്ടുവരണം, അതിന് ഞാൻ എന്ത് സ്റ്റെപ്പ് എടുക്കണം നമ്മൾ ചിന്തിക്കണം. അപ്പോൾ അതിന് നമുക്ക് ഏറ്റവും ചെയ്യാവുന്ന ബെസ്റ്റ് കാര്യം എന്ന് പറയുന്നത്, നമുക്ക് ടെലിപ്പതി വഴി ഇവരിലേക്ക് പോസിറ്റീവ് എനർജി പാസ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ നമ്മളൊരു പ്രശ്നം നടക്കുമ്പോൾ കുറേ നെഗറ്റീവ്സ് ചിന്തിച്ചു കൂട്ടുമ്പോൾ എന്താവുമെന്ന് വെച്ചാൽ, ആ ഒരു നെഗറ്റീവ് എനർജി ടെലിപ്പതി വഴി അവരിലേക്ക് പാസ്സാവും. അപ്പോൾ അവരെന്ത് ചെയ്യും? അതേ ഒരു നെഗറ്റീവ് എനർജി വന്ന് നിങ്ങൾക്ക് തിരിച്ച് ഡബിൾ ആയിട്ട് തരും. അതുകൊണ്ടാണ് സമാനമായ സിറ്റുവേഷൻസ് വരുന്നത്. അതേ പ്രോസസ്സ് ചെയ്യണം നമുക്ക് തിരിച്ച് ചെയ്യാൻ പറ്റും. നമുക്ക് നെഗറ്റീവ് എനർജി എങ്ങനെ കൊടുക്കാൻ പറ്റുമോ അതുപോലെ തന്നെ നമുക്ക് നമ്മൾ ആഗ്രഹിക്കുന്ന പോസിറ്റീവ് കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഇനി എന്താകണം, ആ വ്യക്തി എന്നോട് എങ്ങനെ പെരുമാറണം, എന്നെ എങ്ങനെ സ്നേഹിക്കണം എന്നൊക്കെ ഉള്ള കാര്യം നമുക്ക് അങ്ങോട്ട് ടെലിപ്പതി വഴി കൊടുക്കാൻ പറ്റും ഈസി ആയിട്ട്. സോ അതിന് എന്ത് ചെയ്യണമെന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഒരു വഴക്കും പ്രശ്നവും നടക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് നേരിട്ട് പോയി ഇത് എൻ്റെ തെറ്റാണ്, ഞാൻ അക്സെപ്റ്റ് ചെയ്യുന്നു, അങ്ങനെയൊക്കെ നമുക്ക് നേരിട്ട് പറയാൻ പറ്റില്ല. എന്തായാലും നമ്മുടെ ഈഗോ അതിന് സംഭവിക്കില്ല. അപ്പോൾ നമുക്ക് യൂസ് ചെയ്യാവുന്ന ഒരു വലിയ ഒരു ആയുധമാണ് ഈ ടെലിപ്പതി. അപ്പോൾ നമുക്കിത് എങ്ങനെ ചെയ്യാൻ നോക്കാം. അതിനായിട്ട് നിങ്ങളൊരു യാതൊരുവിധ ഡിസ്റ്റർബൻസ് ഇല്ലാത്ത ഒരു സ്ഥലം തിരഞ്ഞെടുക്കുക. എന്നിട്ട് അവിടെ പോയിരുന്ന് ഒന്ന് ബ്രീത്ത് ഇൻ ബ്രീത്ത് ഔട്ട് ഒരു 5 പ്രാവശ്യമെങ്കിലും ചെയ്യുക. പതിയെ ശ്വാസം ഉള്ളിലേക്ക് എടുത്ത് പുറത്തേക്ക് വിടുക. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മളൊന്ന് കാമാവും. അപ്പോൾ നമുക്ക് ഒരു പോസിറ്റീവ് വൈബ്രേഷൻ മാത്രം കൊടുക്കാൻ പറ്റും. ഇനി നമ്മൾ ചെയ്യുന്ന കാര്യമെല്ലാം പോസിറ്റീവ് ആയിരിക്കണം. ഇതുവരെ നടന്ന വഴക്കും പ്രശ്നങ്ങളൊക്കെ വിട്ടിട്ട് നമുക്ക് ഇനി എന്താണോ വേണ്ടത് അത് നമുക്ക് കൊടുക്കാം. അതിന് ഇനി എന്ത് ചെയ്യാന്ന് വെച്ചാൽ, എക്സാമ്പിളായിട്ട് ഇപ്പോൾ നിങ്ങൾ ബ്രീത്ത് ഇൻ ബ്രീത്ത് ഔട്ട് ചെയ്തിട്ട് ആ വ്യക്തിയുടെ മുഖം, നിങ്ങളുടെ ഹസ്ബൻഡിൻ്റെ മുഖം നിങ്ങൾ മുന്നിൽ കൊണ്ടുവരിക. ഇത് ലവേഴ്സിന് ആർക്ക് വേണമെങ്കിലും ചെയ്യാം. ഞാൻ എക്സാമ്പിളിനാണ് ഹസ്ബൻഡ് എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ കൊണ്ടുവന്നിട്ട് നിങ്ങൾക്ക് എന്താണോ പറയേണ്ടത് അത് നിങ്ങൾ ആ മുഖത്ത് നോക്കി പറയുന്നു. അപ്പോൾ ഇത്രയും പ്രശ്നം നടന്നത് എൻ്റെയും കൂടെ ഒരു മിസ്റ്റേക്കാണ്, ഞാനത് മനസ്സിലാക്കുന്നു, ഞാൻ നിങ്ങളെ ഒത്തിരി സ്നേഹിക്കുന്നു, അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് ഇങ്ങനെയൊക്കെ പറഞ്ഞത്. കാരണം നിങ്ങൾ എന്നെ അത്രയും സ്നേഹിക്കണമെന്ന്, നമ്മൾ തമ്മിൽ ചേർന്ന് ഒന്നായിട്ട് നല്ല രീതിയിൽ മുന്നോട്ട് പോകണമെന്നൊക്കെ ഞാൻ ഒത്തിരി ആഗ്രഹിക്കുന്നു, അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് ഇങ്ങനെയൊക്കെ സംസാരിച്ചത്. നിങ്ങളില്ലാതെ എനിക്ക് പറ്റില്ല, ഐ ലവ് യു,
ഐ മിസ് യു. ഇങ്ങനെയൊക്കെ നിങ്ങൾക്ക് ഇതിനേക്കാളും ഭയങ്കര റൊമാൻറ്റിക് ആയിട്ട് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് നിങ്ങൾക്ക് പറയാവുന്ന കാര്യങ്ങളെല്ലാം നിങ്ങൾ പറയുക. ഇങ്ങനെ ചെയ്യുമ്പോൾ അവർ ഈ ലോകത്തിന്റെ ഏത് കോണിലിരുന്നാലും ആ എനർജി ടെലിപ്പതി വഴി അവരിലേക്ക് പാസ്സായിരിക്കും, എത്തിയിരിക്കും. അവർക്ക് നിങ്ങളുടെ ഓർമ്മ വരികയും നിങ്ങളെ വിളിക്കുകയും നിങ്ങൾക്കൊരു മെസ്സേജോ എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് സെൻഡ് ചെയ്യാൻ അവർക്കൊരു മൈൻഡ് വരും. അതുമാത്രമല്ല, നിങ്ങളോടുള്ള ഒരു അത്രയും ദേഷ്യത്തിലും വഴക്കിലും ഒക്കെ ഇരുന്ന ആ ഒരു മൈൻഡ് മാറി മേലൊരു സ്നേഹവും ആ ഒരു അപ്രോച്ച് തന്നെ മാറും. ഇനി നെക്സ്റ്റ് ചെയ്യാവുന്ന ഏറ്റവും വലിയ കാര്യമാണ് ഹോപ്പണോപ്പണോ പ്രെയർ. ഇത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണെന്ന് ഞാൻ വിചാരിക്കുന്നത്. എന്നാലും അറിയാത്തവർക്ക് വേണ്ടി ഞാൻ പറയാണ്. ഐ എം സോറി, പ്ലീസ് ഫർഗീവ് മീ, താങ്ക് യു ആൻഡ് ഐ ലവ് യു. അപ്പോൾ ഈ 4 വാക്യം നമ്മൾ വെറുതെ പോയിരുന്നു. ഐ എം സോറി, പ്ലീസ് ഫർഗീവ് മീ, താങ്ക് യു ആൻഡ് ഐ ലവ് യു ഇങ്ങനെ പറഞ്ഞിട്ട് ഒരു യൂസും ഇല്ല. അതിൻ്റെ അർത്ഥം മനസ്സിലാക്കി ഒരു ഫീൽ ചെയ്ത് നമ്മൾ പറയുകയാണെങ്കിൽ വളരെ ഫാസ്റ്റ് ആയിട്ട് റിസൾട്ട് കിട്ടും. അപ്പോൾ പലരും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, എന്നെ ഇത്രയും വേദനിപ്പിച്ച് എന്നോട് ഇത്രയും വഴക്കിട്ട് എന്നെ ഇത്രയും ദ്രോഹിക്കുന്ന ഒരു വ്യക്തിയോട് ഞാൻ എന്തിനാണ് മാപ്പ് ചോദിക്കുന്നത്, അല്ലെങ്കിൽ ഞാൻ എന്ത് തെറ്റാണ് ചെയ്തതെന്നൊക്കെ. എന്നാൽ ഈ ഹോപ്പണോപ്പണ പ്രയറിന്റെ പ്രധാന കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മളെല്ലാ കുറ്റാരോപണങ്ങളും നമ്മൾ ഏറ്റെടുത്ത് അവരോട് മാപ്പ് ചോദിക്കുമ്പോൾ എന്താണെന്ന് വെച്ചാൽ, ഫസ്റ്റ് നമ്മളിവിടെ ഹീലാവാം. നമ്മളിവിടെ ഹീലാവുമ്പോൾ തന്നെ നമുക്കൊരു പോസിറ്റീവ് വൈബ്രേഷൻ നമ്മളിൽ നിന്ന് വരാൻ തുടങ്ങുകയും നമ്മുടെ ലൈഫിൽ ആ ഒരു പോസിറ്റീവ് കാര്യങ്ങൾ അട്രാക്റ്റ് ആവും. 1. രണ്ടാമത്, നമ്മൾ ആരെക്കുറിച്ച് ഓർത്താണ് ഹോപ്പണോപ്പണോ പ്രയർ പറയുന്നത് അവർ ഹീലാവാൻ തുടങ്ങും. 2. മൂന്നാമത്തെ കാര്യം എന്താന്ന് വെച്ചാൽ, നമ്മളെല്ലാ കുറ്റാരോപണങ്ങളും ഏറ്റെടുത്ത് നമ്മൾ മാപ്പ് ചോദിക്കുമ്പോൾ ഈ പ്രപഞ്ചം നമ്മളെ തിരിഞ്ഞു നോക്കും. കാരണം ഇവരെല്ലാ കുറ്റാരോപണങ്ങളും ഏറ്റെടുത്ത് മാപ്പ് ചോദിക്കുന്നത് എത്ര നല്ല സോളാണെന്ന് പറഞ്ഞ് ആ ഈശ്വരൻ നമുക്ക് വേണ്ടി ഇറങ്ങി വന്ന് പ്രവർത്തിക്കാൻ തുടങ്ങും. ഇങ്ങനെ 3 കാര്യങ്ങളാണ് ഇതിൽ അടങ്ങിയിരിക്കുന്നത്. സോ നമുക്ക് ഈ ഹോപ്പണോപ്പണ പ്രയറിനെ ഒരു അഡ്വാൻസ്ഡ് ലെവലിൽ പറയുമ്പോൾ വളരെ ഫാസ്റ്റ് ആയിട്ട് റിസൾട്ട് കിട്ടും. ഞാൻ അഡ്വാൻസ്ഡ് ലെവലിലുള്ള ഹോപ്പണോപ്പണ പ്രയർ എൻ്റെ ചാനലിൽ തന്നെ ഇട്ടിട്ടുണ്ട്, തേർഡ് പാർട്ടിക്ക് വേണ്ടി ഇട്ടിട്ടുണ്ട്, റിലേഷൻഷിപ്പിന് വേണ്ടി ഇട്ടിട്ടുണ്ട്. അപ്പോൾ കാണാത്തവർ അത് കണ്ട് നോക്കി ചെയ്യുക. കുറേ വർഷം ഡിവോഴ്സ് ആയിരുന്നവരൊക്കെ ആ വീഡിയോ കണ്ടിട്ട് ചെയ്തിട്ട് റീയൂണിയൻ ആയിട്ടുണ്ട്. അത് മാത്രമല്ല, തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഒക്കെ 21 ഡേയ്സ് കംപ്ലീറ്റ് ആയിട്ട് മാറിപ്പോയിന്ന് ഒത്തിരി പേർ എനിക്ക് മെസ്സേജ് സെൻഡ് ചെയ്തിട്ടുണ്ട്. ഇവിടെ സിമ്പിൾ ആയിട്ട് പറയാം. ഈ അഡ്വാൻസ്ഡ് ലെവലിൽ പറയുന്നത് എന്താന്ന് വെച്ചാൽ, വ്യക്തി നമ്മൾ മുന്നിൽ കൊണ്ടുവന്നു, എന്നിട്ട് നമ്മൾ പറയാണ്, ഇത് എൻ്റെയും കൂടെ മിസ്റ്റേക്കാണ്, എന്നോട് ക്ഷമിക്കൂ, ഐ എം സോറി. നെഗറ്റീവ് ഫ്രീക്വൻസി ഒരു കാരണമാണ് ഈ വഴക്കിന്, എന്നോട് ക്ഷമിക്കൂ, പ്ലീസ് ഫർഗീവ് മീ. ഒരു നെഗറ്റീവ് ഫ്രീക്വൻസി എനിക്കുള്ളിൽ ഉണ്ടെന്ന് നിങ്ങളിപ്പോൾ മനസ്സിലാക്കി തന്നതിന് താങ്ക് യു സോ മച്ച്. ഞാനിപ്പോൾ നിങ്ങൾ കാരണം ഒരു പാഠം പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ മനസ്സിപ്പോൾ ഞാൻ ഉയർത്തുകയാണ്. സോ ഐ ലവ് യു. എനിക്ക് നിങ്ങൾ ഒരു ഇമോഷണൽ സ്പീച്ച് കൊടുത്ത് പറയുമ്പോൾ വളരെ ഫാസ്റ്റായിട്ട് നിങ്ങൾക്കുള്ളിലും ആ വ്യക്തിക്കുള്ളിലും ഒരു ഹീലിംഗ് വരികയും ആ വ്യക്തി നിങ്ങളെ വിളിക്കുകയും ആ വ്യക്തിയുടെ സമീപനത്തിൽ ഒരു മാറ്റം വരികയും ചെയ്യും. അതായത് നമ്മളിപ്പോൾ ഒരു വ്യക്തിയോട് പോയി ഐ ലവ് യു എന്ന് പറയുന്നതിനേക്കാളും എനിക്ക് നിങ്ങളെ ഒരുപാട് ഇഷ്ടമാണ്, ഐ ലവ് യു ഇങ്ങനെ പറയുമ്പോഴല്ലേ അത് കൂടുതൽ എഫക്റ്റീവ് ആകുന്നത്. അതേ മെത്തേഡാണ് നമ്മൾ ഈ അഡ്വാൻസ്ഡ് ഹോപ്പണോപ്പണ പ്രയറിൽ യൂസ് ചെയ്യുന്നത്. നിങ്ങളൊരു 3 ദിവസം ചെയ്ത് നോക്കൂ. തീർച്ചയായിട്ടും നിങ്ങളുടെ ആ വ്യക്തിയിൽ വരുന്ന മാറ്റം നിങ്ങൾക്ക് തന്നെ കണ്ടറിയാൻ പറ്റും. അപ്പോൾ ഈ ഇമോഷണൽ സ്പീച്ച് നിങ്ങൾക്ക് ആർക്ക് വേണ്ടി വേണമെങ്കിലും, നിങ്ങളുടെ പാരൻസ്, ഫ്രണ്ട്സ്, ആർക്ക് വേണ്ടി വേണമെങ്കിലും ചെയ്ത് നോക്കൂ. വലിയൊരു മാറ്റം നിങ്ങൾക്ക് കണ്ടു തന്നെ അറിയാൻ പറ്റും. ഇത് പണത്തിന് വേണ്ടി പറയാം, നിങ്ങളുടെ ഹെൽത്തിന് വേണ്ടി, എല്ലാ കാര്യങ്ങൾക്കും വേണ്ടി. എന്തിനും നമ്മുടെ വീട്ടിലൊരു ഇൻസ്ട്രുമെന്റ് സാധനം ഇല്ലാതായാൽ പോലും അതിന് കൈവച്ച് നമ്മൾ പറഞ്ഞാൽ കൂടെ അത് ആത്മാർത്ഥമായി പറയുകയാണെങ്കിൽ അത് ശരിയാവും. ഞാൻ ചെയ്ത് എനിക്ക് റിസൾട്ട് കിട്ടിയതാണ്, അതിൻ്റെ ഒരു വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്. പിന്നെ നിങ്ങൾക്ക് ചെയ്യാവുന്ന കാര്യമാണ് അഫർമേഷൻസ് പറയാം. അതായത് നിങ്ങളും നിങ്ങളുടെ വ്യക്തിയും അതുപോലെ ലവേഴ്സോ ആരായിക്കോട്ടെ ആ വ്യക്തിയുടെ പേര് പറഞ്ഞ് ഞാനും ആ വ്യക്തിയും വളരെ സന്തോഷമായിട്ട് ഒത്തൊരുമയായിട്ട് നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നതിന് നന്ദി. എൻ്റെ ജീവിതത്തിൽ സന്തോഷവും സമാധാനവും നിറഞ്ഞു നിൽക്കുന്നതിന് നന്ദി. ഞാൻ പോസിറ്റീവ് കാര്യങ്ങൾ മാത്രം കാണുകയും കേൾക്കുകയും അനുഭവിക്കുകയും ചെയ്യുന്നതിന് നന്ദി. എൻ്റെ ഭർത്താവ് എന്നോട് സ്നേഹത്തോടും വളരെ ബഹുമാനത്തോടെയും പെരുമാറുകയും എല്ലാ സ്ഥലങ്ങളിലും എന്നെ അംഗീകരിക്കുകയും ചെയ്യുന്നതിന് നന്ദി. ഇങ്ങനെയൊക്കെ നിങ്ങൾക്ക് എന്തൊക്കെയാണോ വേണ്ടത് അത് നടന്നുകൊണ്ടിരിക്കുന്നതായി പോസിറ്റീവ് വേർഡ്സ് മാത്രം ഉപയോഗിച്ച് നിങ്ങൾ പറയുമ്പോൾ അത് നിങ്ങളുടെ ലൈഫിൽ വരാൻ തുടങ്ങും. വീഡിയോ ഇഷ്ടമെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ, കമൻറ്റ്. എല്ലാവർക്കും സന്തോഷവും സമാധാനവും സമൃദ്ധിയും ഉണ്ടാകട്ടെ. താങ്ക്സ് ഫോർ വാച്ചിങ്.